കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മൈസൻ, ആ ബേക്കറിക്കാരി എനിക്ക് വേണ്ടി സ്നേഹത്തോടെ കൊടുത്തയച്ചതല്ലേ? അത് മാത്രമല്ല, ഇന്നത്തെ ദിവസേ നോ പറയാൻ പാടില്ല. അത് ബേക്കറിക്കാർക്ക് ചിലപ്പോൾ വിഷമാവും. അതുകൊണ്ടേ ഞാനിതങ്ങോട്ട് വാങ്ങിക്കാൻ പോവാ. ഇങ്ങനെ തന്നേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ശരി, ഇനി ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ മോനെ. Happy birthday to you. Happy birthday to you. Happy birthday, dear Amma. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. എന്ത് കേക്കാ ഇത്? ഒട്ടും ടേസ്റ്റ് ഇല്ല. ഇതിന്റെ മിക്സിംഗ് ഒട്ടും ശരിയല്ല. ഇങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുന്നത്? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് എന്തറിയാം? കേക്ക് എന്ന് പറഞ്ഞാലേ ദാ ഇങ്ങനെ വായിലെടുത്ത് വെച്ചാൽ അലിഞ്ഞു പോണം. പക്ഷെ ഇത് കണ്ടോ, എന്തൊരു ഹാർഡാ. സോപ്പ് കട്ട പോലെ ഉണ്ട്. ഞങ്ങളുടെ കേക്കിനെ കുറ്റം പറയരുത്. ഇതിനിപ്പോ ഒരു കുഴപ്പമില്ല. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. ചുമ്മാ ജാടയ്ക്ക് വെറുതെ കുറ്റം പറയാൻ നിൽക്കല്ലേ. കുശിനിക്കാരാ, ഇനി എന്റെ കേക്കിന് കുറ്റം പറഞ്ഞോണ്ടല്ലോ. പഴയ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനിയും ഞാൻ കുറ്റം പറയും. നീ എന്നെ എന്ത് ചെയ്യും? അതെ, എല്ലാവരും ഈ കേക്ക് നോക്കിയിട്ട് കഴിച്ചാൽ മതി. ഇതിനെന്തോ ബാഡ് ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുന്നത്? ആഹാ, അത്രയ്ക്കായോ?
നിനക്ക് അങ്ങനെ തന്നെ വേണോടി. ഡിക്കയുടെ മുഖത്ത് കേക്ക് തേക്കാമെന്ന് നീ വിചാരിച്ചോ? ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ ഞാൻ ഈ കുശിനിക്കാരനോട് താമസിക്കാൻ വന്നതല്ല. ദിസ് ഇസ് വെരി ബാഡ്. നീ പോയിട്ട് മോൻ കഴുക. മാറങ്ങോട്ടും. വാ പോവാം. എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എന്തിനാ നിൽക്കുന്നേ? വാ പോവാം. ഏയ്, നീ കാണിച്ച തോന്നിയവാസത്തിന് ഞങ്ങള് കൂട്ടു നിൽക്കില്ല. അഹങ്കാരം കാണിച്ചിട്ട് ഞങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇവളെ ബർത്ത്ഡേക്ക് വിളിക്കാത്തതിന്റെ പ്രതികാരം തീർത്തതാ ഇവള്. ബർത്ത്ഡേ ആകെ നശിപ്പിച്ചില്ലേ? അമ്മയുടെ ബർത്ത്ഡേ കൊളമാക്കിയപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അച്ഛാ, മമ്മി, നിങ്ങൾ വരുന്നുണ്ടോ? സുപ്രിയന്റെ പ്രേതം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു, താങ്ക് യു. എല്ലാം പഴയതുപോലെ തന്നെ. അമരാവതിയും അമ്മയും DKയും
അപ്പൊ ജ്യോതിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി എന്തിനാടി നീ ഇവിടെ നിൽക്കുന്നത്? സുപ്രിയ എന്റെ തിരിച്ചെത്തി, ഇനി പോയിക്കൂടെ? ഇനി മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും. ജ്യോതി ജ്യോതി മോളെ, ജ്യോതി ജ്യോതി മോളെ, മോളെ ജ്യോതി, ജ്യോതി മോളെ എഴുന്നേക്കും. ജ്യോതി എന്താ പറ്റേ? ജ്യോതി നോക്കണ്ട, ആശുപത്രിയാ. അപ്പൊ സുപ്രിയ അമരാവതിയിലുണ്ട്. ഇനിയിപ്പോ ഇവളുടെ കാര്യം എന്ത് ചെയ്യും സുധേട്ടാ? ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അല്ല സുധേട്ടാ, ഈ മരിച്ചുപോയ ആളെങ്ങനെ തിരിച്ചു വരുന്നേ? എന്താ ഇവിടെ നടക്കുന്നത് ഒരു പിടിയില്ല. എന്തായാലും ആ കുട്ടി വന്നപ്പോ അവിടെ എല്ലാരും വലിയ സന്തോഷത്തിലായി എന്നുള്ള ഉറപ്പാ. എന്താ ഒന്നും മിണ്ടാത്തത്? അമരാവതിയിൽ നിന്ന് ആരും ഹോസ്പിറ്റലിലേക്ക് വന്നില്ല അച്ഛാ? ഇല്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോ തിരിച്ച് അമരാവതിയിലേക്ക് തന്നെ പോവാം. എന്നിട്ടും എന്റെ സത്യാവസ്ഥ അറിയണ്ടേ? അത് വേണ്ട. തൽക്കാലം ഉടനെ അവിടേക്ക് പോയി ഒരു ബഹളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. മോളെ, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണോ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എടി പെണ്ണുങ്ങളെ, നിങ്ങൾ വിചാരിക്കും പോലെ ഇത് സുപ്രിയ അല്ല, ഹരിപ്രിയാണ്. ഹരിപ്രിയ സുപ്രിയയുടെ ടിൻ സിസ്റ്റർ. അത് പിന്നെ എന്റെ പിറന്നാളോടെ വന്നതാ ഇവള്. USA കഴിഞ്ഞ ദിവസം അവള് വന്നത്. വന്നപ്പോ തന്നെ അവൾ എന്നെ വിളിച്ചു. ബർത്ത്ഡേ കാര്യം അറിഞ്ഞപ്പം അവളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇവളെ വെച്ച് ജ്യോതിക്കൊട്ട് പണി കൊടുക്കാന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അവളിങ്ങനെ ബോധം കെടുന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഹരിപ്രിയ വരുന്നുണ്ടെന്ന കാര്യം അമ്മേനോട് പറഞ്ഞിരുന്നു. ഹരിപ്രിയയ്ക്കും സുപ്രിയയ്ക്കും തമ്മിലുള്ള രൂപസാദൃശ്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനും ഹരിപ്രിയയെ കാണുന്നത്. സത്യത്തിൽ എനിക്കും ആ സർപ്രൈസിന് ഞെട്ടലും മാറിയിട്ടില്ല. എന്തായാലും ഒരുപാട് നാളുകൂടി നാട്ടിൽ വന്നതല്ലേ, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. സുപ്രിയയുടെ ഓർമ്മകൾ ഇവിടെയുണ്ട്. ഇനി ചിലപ്പോ ഒന്ന് വന്ന് കാണാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതെ, എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ഉണ്ട്. അമ്മ പറയേ, ഞാൻ എന്താ വേണ്ടേ? കുറച്ചു ദിവസം കൂടി നീ ഹരിപ്രിയാണെന്നുള്ള വിവരം ജ്യോതി അറിയരുത്. അവക്ക് മുന്നിൽ നീ ഇപ്പൊ സുപ്രിയ. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് നീ സുപ്രിയായിട്ടൊന്ന് അഭിനയിക്കണം. അത് വേണോ അമ്മേ?
കൂടുതൽ പ്രശ്നത്തിനത് കാരണമായാലോ? ജ്യോതിക്ക് അഹങ്കാരത്തിന്റെ ഒരു സ്മോൾ കൊമ്പുണ്ട്, അത് ഒടിച്ചു കളയണം. അതിനെ സുപ്രിയ വേണം. സ്വന്തം ഭർത്താവിന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യ തിരിച്ചു വരുമെന്നറിഞ്ഞാൽ ഏത് ഭാര്യയാണേലും ഞെട്ടുകയല്ലേ? നിങ്ങൾ നോക്കിക്കോ, ബോധം വീണ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. അവൾ ഓടിപ്പിടിഞ്ഞ് ഇവിടെ എത്തും, ഐ എം ഷുവർ. ആ പാവത്തിന് അത്രയ്ക്ക് ശിക്ഷ കൊടുക്കണോ? വേണം, അത് അത്യാവശ്യമാ. അവൾക്കിത് തിങ്ക് ചെയ്യണം. സത്യത്തിൽ ഞങ്ങളും ആദ്യം ഞെട്ടിപ്പോയി. ഇപ്പോഴാ ശ്വാസം നേരെ വീണേ. ഞാൻ സുപ്രിയയുടെ പ്രേതാണെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾ അകത്തേക്ക് വരൂ, വരൂ മക്കളെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. അതെ, ഈ കളി അധികം നീട്ടിക്കൊണ്ടു പോണ്ട. അപ്പൊ ശരി, എന്നാ വിളിക്കാം. ശരി, ഓക്കെ. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലല്ലേ? ഇതാ പറയുന്നേ, ഒരാവേശത്തിന് കിണറ്റിച്ചാടിയ 10 ആവേശത്തിനും തിരികെ കയറി പോരാൻ പറ്റില്ലാന്ന്. ഇപ്പതേ ചത്തുപോയ ഭാര്യ തിരികെ വന്നു. ഇനി നിന്നെ അവർക്ക് എന്തിനാ? എല്ലാം ഇവളുടെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിച്ചല്ലേ, അനുഭവിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ചോദിച്ചോ? ഇല്ല. അവരിപ്പോ സുപ്രിയെ കുടിയിരുത്തുന്ന തിരക്കിലായിരിക്കും അല്ലേ സുധേട്ടാ? അല്ല, അവൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ അവർക്കറിയായിരിക്കുന്നേ. എന്തായാലും വന്നത് സുപ്രിയ തന്നെ, അതുറപ്പാ. ഇനിയിപ്പൊ ഇവളുടെ കാര്യം എന്താ ഒന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നപ്പോ ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോരാതിരുന്നെങ്കിൽ അവരെല്ലാരും ഇവളുടെ കൂടെ നിന്നേനെ. ഇനിയിപ്പോ എന്താ ഉണ്ടാവുന്നെന്ന് ആർക്കറിയാം. എന്തായാലും ഇനി രണ്ടിലൊന്നും അറിയട്ടെ. നിയമപരമായി ഇപ്പോഴും സുപ്രിയ തന്നെ ഡിക്കയുടെ ഭാര്യ. അങ്ങനെ നോക്കിയാ ഇനി അവള് തിരിച്ചു പോയില്ലെങ്കിലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഈശ്വര, മമ്മി പറയുന്നത് കേട്ടിട്ട് പേടിയാവുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതാണ് സുപ്രിയയുടെ മുറി. ഇതിപ്പോ ആരാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഇതാരും ഉപയോഗിക്കുന്നില്ല.